ഷറഫുദ്ദീൻ പറഞ്ഞു ഞായറാഴ്ച മലയാള സിനിമയിൽ അവധി വേണമെന്ന്. ആ സാധനമാണോ? ചിലപ്പോ കുഞ്ഞുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ആ സാധനത്തിൽ പുള്ളി എൻജോയ് ചെയ്തു. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ അത് നടക്കൂല എന്നുള്ളത് പറയും. അത് ഭയങ്കര പ്രോസസ് അടിപൊളി. പട്ടിണി കിടന്നാലും നല്ല സിനിമകളുടെ ഭാഗമാകാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങിയത്. അന്ന് ഷറഫിന് മെസ്സേജ് അയച്ചു, ഇന്ന് ഷറഫിന്റെ കൂടെ അഭിനയിക്കുന്നു, ഷറഫിന്റെ കൂടെ ഇരിക്കുന്നു. ഭാഗ്യമാണ്, അല്ല ആഗ്രഹിച്ച ഒരാളെയാണ്. അല്ല എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. ചക്രത്തിലുള്ളൊരു കളിയാണ് ചക്രം. ആ ചക്രം വേറെ, അത് കിട്ടും. നമ്മുടെ റൗണ്ടിലൊരു സംഭവം സിനിമയില് ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്നെ സാറാകൂ ഒരു സാറില്ല, ഇനി +2 വിദ്യാർത്ഥിയാണ്. അതിൽ ഞാൻ പറയില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 2 അതിഥികൾ, 2 പേർക്കും സ്വാഗതം. നമസ്കാരം. പടക്കളം. യെസ്, അതെ, പടക്കിറങ്ങാൻ തീരുമാനിച്ചു. കുഴപ്പമില്ല, കൂട്ടിന് കൂട്ടിന് നല്ല ജിമ്മന്മാരൊക്കെ ഉള്ളവരാണ് ഇവിടെ ഇറങ്ങാൻ. ചിങ്കാനെ നേരെ ഇങ്ങോട്ടാണല്ലേ? പക്ഷെ മൊത്തം പോയി, എല്ലാം പോയി. എന്ത് പറ്റി? അടുത്ത ക്യാരക്ടർ അങ്ങനെയൊക്കെ അടുത്ത സിനിമയിലേക്കുള്ള ചവിട്ടുപടിയാണ്. എന്തായാലും പടക്കളം ഞാൻ വിജയ് ബാബുവായിട്ട് സംസാരിച്ചു. ഇന്നലെ ഡയറക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടീമിൻ്റെ മൊത്തം എടുത്തിരുന്നു. ഒരു വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ക്യാമ്പസ് സിനിമയാണ്. ഈ ക്യാമ്പസ് സിനിമ പല രീതിക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിലും വ്യത്യസ്തമായ ഒരു സിനിമ. ഷറഫ് ഈ സിനിമ എങ്ങനെയാണ് കാണുന്നത്? വളരെ പ്രതീക്ഷയോടാണ്. ഒരു ക്ലീൻ എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ സിനിമകളിലെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഒരു നമ്മൾ ലീഡ് റോൾ ചെയ്യുമ്പോൾ കോമഡി ക്യാരക്ടേഴ്സ് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു ഹലോ മമ്മിയൊക്കെ കിട്ടിയെന്നല്ലാതെ. അപ്പോൾ അതല്ലാതെ ഒരു കഥാപാത്രം, ഇപ്പോൾ ലീഡ് റോൾ എന്നല്ല, ഒരു കഥാപാത്രത്തിന് അത്ര മുഴുന്നുള്ള കഥാപാത്രത്തിൽ അത്രയും സാധ്യതകളൊക്കെ ഉള്ളൊരു കഥാപാത്രം കിട്ടിയ സന്തോഷമുണ്ട്. അതെനിക്ക് മാത്രമല്ല കേട്ടോ, സന്ദീപിനാണെങ്കിലും സുരാജനാണെങ്കിലൊക്കെ അങ്ങനെയാണ്. എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോഴും അങ്ങനെ ഷറഫിൻ്റെ ഒരു കഥാപാത്രം കണ്ടപ്പം ഷറഫ് വേറെ രീതിക്ക്, ഇപ്പം ഹലോ മമ്മിയുടെ കാര്യം, ഹലോ മമ്മിയിൽ പിടിച്ചിരിക്കുന്ന വേറൊരു രീതിക്കാണ്. പക്ഷേ ഇതിലേക്ക് ഒരു വേറെ രീതി. പക്ഷേ എങ്കിലും എന്തോക്കെ ഒരു സൈക്കോപാത്തോ എന്തോക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അത് എങ്ങനെയാണ്? അല്ല, അതാണ് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. അതാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു നോർമൽ സീനിലേക്കല്ല, അപ്പുറത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതൊന്ന് കാണുന്നതാണ് ആ സിനിമ. അത് ഒരുപക്ഷെ ഇവരെ ബാധിക്കുന്നൊക്കെ ആയിട്ടായിരിക്കും ആ സിനിമയുടെ ഒരു കിടപ്പുള്ളത്. പിന്നെ അത് എല്ലാവരും കൂട്ടത്തോടെ ബാധിക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് അത് പരിപാടി വരുന്നത്. സന്ദീപിനെ സംബന്ധിച്ചോളം ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 3ാമത്തെ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നു അല്ലേ? നമ്മൾ റിലീസ് 3ാമത്തെയാണെന്ന് തോന്നുന്നു. 4ാമത്തെ. പാൽമി കഴിഞ്ഞ് ജിങ്കാന കഴിഞ്ഞ് അന്താക്ഷരി ഉണ്ട്. 4ാമത്തെ സിനിമയാണ്. ഒരു പുതിയ ഒരാളാണ് ഷറഫ് സംബന്ധിച്ചിടത്തോളം. എനിക്കറിയാം ഷറഫ് കുറേ നാളുകളായിട്ട് സിനിമയിലുണ്ട്. ഒരു പുതിയ ഒരാളെന്ന നിലയിൽ സന്ദീപിൻ്റെ കഥാപാത്രം ഇതിൽ ഞാൻ കുറച്ച് കഥകൾ കേട്ടപ്പോൾ സന്ദീപിൻ്റെ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായി. മറ്റൊരു നല്ലൊരു നടനിലേക്കുള്ളൊരു വരവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടായിരിക്കുന്നു ഈ സിനിമയിൽ ഒന്നിക്കുന്നത്. ആദ്യമായിട്ടാണ്. സന്ദീപിനെ ഈ പുതിയ തലമുറയിൽ ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലേ? പുതിയ ആളുകൾ ഒത്തിരി പേര് വന്നു. സന്ദീപ് ഈ സിനിമയിൽ ചെയ്തു വെച്ച കഥാപാത്രം ഷറഫിന് കണ്ടപ്പോൾ എന്ത് തോന്നി? ഡബിങ്ങിനൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഷൂട്ടിംഗ് സമയത്ത് കണ്ടിട്ടുണ്ടാവും. നന്നായിട്ടിരിപ്പുണ്ട് സന്ദീപിന്. ആക്ച്വലി എന്താ പറയുക, ഈ ഒരു ജനറേഷനിലെ ഇപ്പോൾ ഒരു നായകനോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിലുപരി എല്ലാ ക്യാരക്ടേഴ്സും പിടിക്കാൻ പറ്റിയ ഒരു ആക്ടറായിട്ട് തന്നെയാണ് ഫ്യൂച്ചറിൽ കാണാൻ സാധ്യത എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. വിജയ് ബാബുവായിട്ടുള്ളൊരു ആത്മബന്ധമുണ്ട് നിങ്ങൾക്ക്? വിജയ് ബാബുവായിട്ടുള്ള ആത്മബന്ധം ക്യാമ്പസ് സ്റ്റോറിക്ക് വേണ്ടി എന്നോട് ആദ്യം പറഞ്ഞ ഷറഫും സുരാജും പിന്നെ കുറച്ച് പിള്ളേരുമാണ് ഈ സിനിമയ്ക്ക്. മറ്റേ കാഞ്ഞിരപ്പള്ളി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രാത്രി വിളിക്കും, പല പ്രാവശ്യം വരണമെന്ന് പറയും. പക്ഷെ അടിപൊളിയാണ് ലൊക്കേഷനിൽ. നമ്മൾ വിചാരിക്കാത്ത അപ്പുറത്തേക്ക് ഒരു സിനിമ ആയിരിക്കും ഹൈദരെ എന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട്. അത്തരം ഒരു ധൈര്യം വിജയബാബുവിന് വരാനുള്ള കാരണം എന്തായിരിക്കും? ഞാനിത് മനു സ്വരാജാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പം മനു എൻ്റെ അടുത്ത് ഈ
കഥാപാത്രം പറയുന്നത് ഞാൻ പെറ്റ് ഡിറ്റക്റ്റീവ് ചെയ്യുന്ന സിനിമ, ആ സിനിമയുടെ ഇടയിൽ വെച്ച് അതിൻ്റെ ഷൂട്ട് നടക്കുന്നതിൻ്റെ സമയത്താണ് ഇങ്ങനെ വിജയബാബു വിളിച്ചിട്ട് ഇങ്ങനെ പറയും മനു ഒന്ന് കഥ പറയുന്നു. മനു ഒന്ന് കഥ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനു ബേസിലിൻ്റെ കൂടെ വർക്ക് ചെയ്യും, മിന്നൽ മുരളിയിൽ വർക്ക് ചെയ്തതാണ്. അപ്പം തീർച്ചയായും നമ്മളത് ആ സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അതിനോട് വളരെ ഇതായിട്ട് തന്നെ പോസിറ്റീവായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞു. പക്ഷെ വളരെ ക്ലാരിറ്റി ഉള്ള, വളരെ ഇതുള്ള ഒരു കഥ പറച്ചിലാണ് പുള്ളി എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3-4 പ്രാവശ്യം മനുവായിട്ട് പിന്നീട് വീണ്ടും സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ സിനിമ ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയെങ്കിലും ഞാനത് അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് സംസാരിച്ച് ഉണ്ടായ ഒരു ഇത് മാത്രം മതി ഈ സിനിമയിലേക്ക്, എനിക്ക് ഈ ക്യാരക്ടറിലേക്ക് എത്താൻ. നമുക്കൊരു കാര്യം ഇപ്പം നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പോട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു ഐഡിയ തോന്നും, നമ്മൾ പോകുമല്ലോ. ഇതിനോട് മനുവിൻ്റെ അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ മനു കൃത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മനു കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയും ഒരു കുഴപ്പമില്ല, ഇവിടെ എന്ത് വേണം ചെയ്തു എന്ന് പറയും. പക്ഷെ അടുത്ത സീനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ അത് അത്ര ക്ലാരിറ്റിയാണ് പുള്ളിക്ക് ആ കാര്യത്തിൽ. പുള്ളി എന്താണ് നമ്മൾ ഓരോ കാര്യത്തിൽ ആ സിനിമയുടെ അകത്ത് ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ പോലും താഴെ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് അവിടെ ഒരു കറക്റ്റ് ഡപ്പിങ് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയുള്ള നമുക്കൊന്ന് കറക്റ്റ് ചെയ്താലോ. അപ്പം അത്രയും ഇതായിട്ട് തന്നെ പുള്ളി നിൽക്കുന്നത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഡയറക്ടർ. ഈ മനുവിൻ്റെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കോമഡിയും എനിക്ക് രസകരമായ കോമഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രസകരമായ എനിക്ക് 7:30 മണിക്ക് കിടന്നുറങ്ങണം. മാക്സിമം 8 മണി, എനിക്ക് കിടന്നുറങ്ങണം. ആ 8 മണി കിടന്ന് നമ്മൾ അത്രയും കിടന്നുറങ്ങി രാവിലെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം. എനിക്ക് രാത്രി പറ്റില്ല. ഈ സിനിമ അങ്ങനെയാണ്. ഞാൻ പറയും ഇനിയുള്ള കാലം എനിക്ക് അങ്ങനത്തെ സിനിമയുടെ താല്പര്യം. ആർട്ടിസ്റ്റുകളും സുഖമാണ്, അതിലെ ടെക്നീഷ്യന്മാർക്ക് വളരെ മനുവിനെ പോലുള്ള ഒരാൾ വളർന്നു വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനു 9:30 നമ്മൾ നിർത്തുമ്പോഴാണെങ്കിലും ഇപ്പോൾ അതിനോട് ഈ പ്രൊഡക്ഷൻ ആണെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലായിട്ട് ഒരാൾ അങ്ങനെ സെറ്റ് അയക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഇതിൻ്റെ നേരെ ഉൾട്ട വേർഷനിലൊക്കെ ജീവിക്കുന്ന വേറൊരു ഗ്രഹത്തിലാണ്. 8 മണിയാകുമ്പോൾ പുള്ളിക്ക് ഉറങ്ങണം. അത് എന്തൊക്കെ വന്നാലും പുള്ളി 8 മണിക്ക് ഉറങ്ങാൻ പോയിരിക്കും. അത് കഴിഞ്ഞ് ഏതോ ഒരു ദിവസം ഷൂട്ടിൻ്റെ ഇടയിൽ അതും വെറുതെ എല്ലാം പറഞ്ഞല്ലോ അല്ലേ, ആ കോണ്ടന്റ് ഒക്കെ പറഞ്ഞു. പുള്ളി ഫുൾ സെറ്റപ്പില്ല. ഉറങ്ങുന്നത് ഒരു എന്താ പറയാ ചെറിയൊരു സ്റ്റാർ വാറിന് പോകുന്ന മോഡിലാണ് പുള്ളി സെറ്റ് ആവുന്നത്. മറ്റേ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒരുത്തനും ഇനി എന്റെ പരിസരത്തേക്ക് വരണമെന്നുള്ള രീതിയിലുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളി ഒരു ദിവസം ഉറങ്ങാൻ പോയിട്ട് ഒരു ദിവസം എന്തോ ഒരു സിറ്റുവേഷൻ, നാളത്തെ ഷൂട്ടോ മറ്റന്നാളത്തെ ഷൂട്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ചർച്ച നടക്കുക. അപ്പൊ നമ്മള് ബാക്കിയുള്ളവർക്കൊക്കെ ശീലമായേക്കുന്ന 10 മണിക്ക് ശേഷമുള്ള ചർച്ചയുള്ളൂ. 10 മണിക്കുള്ള ചർച്ച നടക്കുക. അപ്പൊ ആ കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങുമല്ലേ എന്നുള്ള സീനിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരിക്കലും വിളിക്കാനും പറ്റില്ല ഈ ചർച്ചയിൽ, പക്ഷെ ഡയറക്ടർ വേണമെന്നാണ്. അവസാനം അന്നൊരു ദിവസം മാത്രം നമുക്ക് മനുവിനെ ഒന്ന് വിളിക്കേണ്ടി വരും, അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് മനുവിനെ പോയി വിളിച്ചു. മനു മറ്റേ ഉറക്കത്തിൽ നിന്ന് തന്നെ ഒരു വരവുണ്ടായിരുന്നു. പക്ഷെ ഷർട്ടൊക്കെ ഇടാൻ മറന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. കണ്ടപ്പോ എല്ലാവർക്കും അയ്യോ ഒരു കുഴപ്പം ഞങ്ങൾ നോക്കണം, മനു ഉറങ്ങും. പക്ഷെ രാവിലെ ഇതുപോലെ 5 മണിക്ക് 4:30 എഴുന്നേക്കും. വേറെ മനുഷ്യനാണ്. മ്യൂസിക് ഒക്കെ ചെയ്യുന്ന രാജേഷ് മുരുകേഷിനൊക്കെ മറ്റേ ഉൾട്ടായിരുന്നു, രാത്രിയാണ് ഓൺ. അപ്പൊ ഇവര് തമ്മിൽ മറ്റേ ആകെ 3 മണിക്കൂർ ജാമിങ് സെഷൻ്റെ ഉള്ളൂ. ഭയങ്കര അടിപൊളി. അത് എനിക്കും ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു കാര്യമാണ്. ഭയങ്കര അടിപൊളിക്കാര്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. അല്ല ഞാൻ പറഞ്ഞ മൊത്തത്തിൽ മനുഷ്യർ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു പരിപാടി ഒന്നും എനിക്ക് തോന്നുന്നു. 8 മണിക്കാണ് എന്ത് സുഖമല്ലേ. പിന്നെ 100% ചെന്നൈയിലൊക്കെ ഞായറാഴ്ച ഒന്നും ഷൂട്ടില്ലാത്ത പോലെ അതെങ്കിലും ഇവിടെ ആക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ. എവിടെയെങ്കിലൊക്കെ ഉള്ള ഒരു തിയറി കൊണ്ടുവന്ന് നല്ലതാണ്. എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഷറഫുദ്ദീൻ പറഞ്ഞു ഞായറാഴ്ച മലയാള സിനിമയിൽ അവധി വേണമെന്ന്. ആ സാറാണോ? അല്ല, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, എനിക്ക് ആ മനുവിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. എന്നില്ല പേഴ്സണലായിട്ട് സംസാരിച്ചാലും ആ ഒരു നല്ലതാണ്. എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതെ. പക്ഷെ വളരെ കുറച്ച് ദിവസം ഇവിടെയൊക്കെ ഇപ്പൊ എല്ലാം കൂടുതൽ സിനിമകൾക്ക് രാത്രിയാണ് ഷൂട്ട്. പകല് ഷൂട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അതിൽ മാറ്റി ചിന്തിക്കുന്ന ഒരു ഡയറക്ടർ, അത് നല്ലൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ഡയറക്ടറായ അതുകൊണ്ടാണെന്ന് അയാൾക്ക് കലകം ക്ലാരിറ്റിയാണ്. ഒരു ഡൗട്ടും ഇല്ല. ഒരു കാര്യത്തെ കുറിച്ച് എപ്പോൾ എവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലും അതിനെക്കുറിച്ച് ഇതുണ്ട്. നമ്മളൊരു ഇംപ്രവൈസ് ചെയ്യുകയാണെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുന്നതിനെ കുറിച്ച് വിളിക്കണം. ചിലപ്പോൾ മിണ്ടാതെ ഇംപ്രവൈസ് ചെയ്യുന്നു. നമ്മള് ആകെ പേഴ്സണലി നമുക്ക് ഡയറക്ടറെ സർപ്രൈസ് ചെയ്യുമ്പോഴല്ല നമുക്ക് രസം. അപ്പൊ നമ്മള് ഇത് പറയില്ല. ചിലപ്പോൾ ക്യാമറ ചെയ്യുന്ന അഞ്ചൻ്റെ അടുത്തേക്ക് മാത്രം വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യും. ഇത് കണ്ടിട്ട്
ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് ആ സാധനത്തിൽ പുള്ളി എൻജോയ് ചെയ്തു. അല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ അത് നടക്കൂല എന്നുള്ളത് പറയും. അത് ഭയങ്കര പ്രോസസ് അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയുടെ ഭാഗമാണ് വീണ്ടും ആകുന്നത്, നല്ല സിനിമകളിലേക്കാണ് എത്തുന്നത്. അതൊരു ഭാഗ്യമാണ് അല്ലേ? ഈ ഒരു ഡയറക്ടറിന്റെ കയ്യിലെത്തിയപ്പോൾ വീണ്ടും ഒരു നല്ല സിനിമ, ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെല്ലാം നല്ലതായിട്ട് നല്ല വിജയത്തിലേക്ക് എത്തിയ സിനിമയാണ്. ഒരു ഭാഗ്യമുള്ള നടനായിട്ടാണ് ഇപ്പോൾ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗ്യക്കൂട്ടിലേക്ക് ഇവരെല്ലാം ഭാഗ്യമുള്ളവരുടെ കൂടെ വീണ്ടും കൂടുന്നു. ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കഥാപാത്രം ചെയ്യാനുള്ള ഒരു ആവേശമുണ്ടായിരുന്നു. അത് എത്രമാത്രമായിരുന്നു? അല്ല, മനു ഈ പറയുന്ന പോലെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കഥ പറയുന്ന ഒരാളാണ്. കഥ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്നിട്ട് എന്ന് ഇരിപ്പിക്കുന്ന രീതിയിലാണ് മനു കഥ പറയുന്നത്. പിന്നെ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ 3 റീസണാണുള്ളത്. ഒന്ന്, സ്ക്രീൻ പ്ലേ നല്ല പുതിയൊരു ആശയമാണ് സിനിമയിൽ പറയുന്നത്. നമ്മളിതുവരെ കാണാത്ത അല്ലെങ്കിൽ ഒരുപാട് കാണാത്ത ഒരു രീതിയിലുള്ളൊരു കോണ്ടന്റാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ബാനർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്ഷൻ ബാനറാണ്. പിന്നെ മൂന്നാമത് സംസാരിച്ച മനുവിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ ഷറഫിക്കയും സുരാജേട്ടനായിരിക്കും ഈ 2 ക്യാരക്ടേഴ്സ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. പക്ഷെ അവർ കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. ഷറഫിക്ക് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ എല്ലാവരും. ഞാൻ പറഞ്ഞു, അളിയാ മനു, അവരുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ, അവരാണ് അതിൻ്റെ ഒരു സാധനം, വേറെ ആര് വന്നാലും അത് ചിലപ്പോൾ അത് അത്രയും ഇതിലേക്ക് വരത്തില്ല. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് കൺഫേം ആക്കിയിട്ട് എൻ്റെ അടുത്ത് പറയുമോ എന്ന് ചോദിക്കാം. അപ്പം മനു എല്ലാവരും ഓൾമോസ്റ്റ് കൺഫേം ആണ്, പക്ഷെ സന്ദീപ് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു, അളിയാ ഞാൻ എന്തായാലും ഓക്കെയാണ്, പക്ഷെ അവരെന്തായാലും വേണം എന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓക്കെ അടിച്ചപ്പോഴാണ് എനിക്ക് ഫുൾ കോൺഫിഡൻ്റ് ആയ ഓക്കെ ഈ സിനിമ നന്നായി വരും എന്നുള്ളൊരു. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ച് വന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ. ഫ്രണ്ട് ബെഞ്ചാണ്, പഠിപ്പിസ്റ്റാണ് അല്ലേ? ജീവിതത്തിൽ എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ ആവശ്യമുള്ളപ്പോൾ പഠിക്കുന്നു എന്നുള്ളതുള്ളൂ. എല്ലാവരും അത് തന്നെ ആവശ്യമുള്ളപ്പോൾ പഠിക്കുന്നു. അല്ല, അവസാനം ജയിക്കണമല്ലോ, പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർന്നില്ല. എക്സാം സമയത്ത് അതെ, ആ സമയത്ത് ജയിക്കാൻ വേണ്ടി പഠിക്കുന്നു, അല്ലാതെ പഠിച്ച് ടോപ്പർ ആവണമെന്നുള്ള രീതിയിൽ പഠിക്കുന്നതല്ല. എങ്ങനെയെങ്കിലും ജയിക്കണം, വീട്ടുകാരെ ഒന്ന് ഹാപ്പി ആക്കണമല്ലോ. ഒരു സിനിമയ്ക്കുള്ള വരവ് എനിക്ക് തോന്നുന്നു പെട്ടെന്നുള്ളൊരു വരവ് പോലെയാണ്. അതെ, ഫാലിമി എന്നൊരു സിനിമയിൽ വന്ന് നല്ലൊരു കഥാപാത്രം ചെയ്ത് പിന്നീടുള്ള യാത്ര അത്ര സുഖമായ യാത്രയിലൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇതിനു മുമ്പേ എനിക്ക് വരാമായിരുന്നു അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു? അല്ല, പെട്ടെന്നുള്ള വരവ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്കൂൾ ടൈം തൊട്ട് തന്നെ എനിക്ക് സിനിമയിൽ വരണം എന്ന് അത്രയും ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ ഇത് കണ്ടിട്ടാണ് നിതീഷ് ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് അന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാനും നിതീഷ് ചേട്ടനും തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഷറഫിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നേരം കണ്ടിട്ട് ഞാൻ ഷറഫിക്കോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച് തന്നെ നടന്നിരുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ആദ്യത്തെ സിനിമ 18ാം പടി എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇതേപോലെ ഒരു ഓഡിഷൻ കോള് വന്നിട്ടാണ് ഞാൻ ഓഗസ്റ്റ് സിനിമാസിൽ പോയി. അങ്ങനെ ഒരു 2 വർഷം അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ഒരുപാട് ബ്രേക്ക് തരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മമ്മൂക്കനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ 18ാം പടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അന്താക്ഷരി ചെയ്തു, വിപിൻ ചേട്ടൻ അന്താക്ഷരി ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സിനിമ ചെയ്തിരുന്നു, ഏക് ദിൻ എന്നാണ് സിനിമയുടെ പേര്. കൊച്ചായിരുന്നു ഞാൻ ആ സമയത്ത്, 20 വയസ്സ്. അതിലാണ് ഞാൻ ആദ്യമായി നായകനായി അഭിനയിക്കുന്ന ശിബുചേട്ടൻ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ചെയ്ത ശിബുചേട്ടൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 7th Day ഒക്കെ ചെയ്ത്. അപ്പോൾ അതൊരു ചെറിയൊരു സ്കെയിലുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡിലൊക്കെ ഉള്ളൊരു സിനിമയാണ് അത്. അതാണ് ഞാൻ ആദ്യമേ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ. പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ചെയ്ത സിനിമയാണ് അന്താക്ഷരി. അത് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വെബ് സീരീസ് ചെയ്തു യൂട്യൂബിൽ. കോവിഡ് സമയത്തിൽ സിനിമയില്ല, എന്തെങ്കിലും ചെയ്യണം. കോവിഡ് സമയത്ത് സിനിമ ചെയ്യാൻ പോയി. എൻ്റെ ഇടയിൽ ഇടയ്ക്ക് ജോലി ചെയ്യാൻ പോയി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് നിതീഷ് ചേട്ടൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത്, സിനിമ ഏകദേശം ഓണായിട്ടുണ്ട്, റിസൈൻ ചെയ്തോ എന്നുള്ള രീതിയിൽ. ഞാൻ പടം ഓണാവുന്നു, അവിടെ നിന്ന് റെസിഗ്നേഷൻ ഇടുന്നു, വരുന്നു, ഫാലിമിയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഫാലിമി ബ്രേക്ക് കിട്ടിയപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ സ്മൂത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാലിമി എന്നുള്ളൊരു ബ്രേക്ക് കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ഫാലിമി എന്നുള്ള സിനിമയിൽ നിന്നല്ല, എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച കുറേ നാളുണ്ട്. അപ്പോൾ അത് കിട്ടിയ ബ്രേക്ക് നശിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ട് പട്ടിണി കിടന്നാലും നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പം നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളൊരു ക്രൈറ്റീരിയയിലാണ്
അന്ന് ഷറഫിന് മെസ്സേജ് അയച്ചു, ഇന്ന് ഷറഫിന്റെ കൂടെ അഭിനയിക്കുന്നു, ഷറഫിന്റെ കൂടെ ഇരിക്കുന്നു. ഭാഗ്യമാണ്, അല്ല ആഗ്രഹിച്ച ഒരാളെ. അല്ല എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരമാണ്, എന്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ആലോചിക്കണം, ഒരാളെന്ന് പറയുമ്പോൾ എന്നെ കണ്ടു അതിൽ എന്ന് പറയുന്നത് കൂടി ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് എന്നെയും കണ്ടല്ലോ. അപ്പൊ ആ സിനിമയിൽ ഞാനും ഒരു ചെറിയ കഥാപാത്രമാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ അത് അത്രയും സിനിമേനെ അത്ര ഇതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ കണ്ടൊരു മെസ്സേജ് അയക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ഈ സെറ്റിൽ വന്നപ്പോഴാണ് പറയുന്നത്. ഈ സെറ്റിൽ എത്തുമ്പോഴാണ് അല്ലേ, അത് ഷറഫിനും ഒരു ഷോക്കായിരിക്കും അല്ലേ? അത് ഭയങ്കര പറഞ്ഞ പോലെ ഭയങ്കര അന്ന് നോട്ട് ചെയ്തു സന്തോഷമാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്ക്. നമ്മൾ അന്ന് നോട്ട് ചെയ്തല്ലോ. ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അന്ന് എനിക്ക് മെസ്സേജ് അയച്ച് സന്ദീപും ഞാനും ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നതിൽ ഒരു അന്നും എന്നെ നോട്ട് ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. അല്ല, അത് സന്ദീപിന്റെ ഒരു ഭാഗ്യം, പിന്നീട് ഭാഗ്യത്തിലേക്ക് വരുന്നതാണ് ഇത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഷറഫിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്നോ ഷറഫിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമെന്നോ പ്രതീക്ഷിക്കാത്ത. ഇതേ ഭാഗ്യമാണ് എനിക്ക് ഫാലിമിയിലും കിട്ടിയത്. ഞാൻ ബേസിലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാ എന്താ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കാണുമ്പോൾ, അതായത് എനിക്ക് എന്നെ കാണാൻ ചില സമയത്ത് പറ്റും. അതായത് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ബേസിലേട്ടൻ എന്നെ പോലെ ഈ പറയുന്ന പ്രിയമത കാതരാണോ അങ്ങനെ കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് വന്ന ഒരാളാണ്. ഷറഫിക്കയും ഇവരും എല്ലാവരും ഭയങ്കര ഷോർട്ട് ഫിലിം ഭയങ്കര കോർ ടീമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു, ലൂമിയ ബ്രോസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 12th പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, സിനിമാ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് വരണമെന്നാണ് ആഗ്രഹിച്ചത്. അതിലൊരു മെമ്പറാണ് വാഴയുടെ ഡയറക്ടറായ ആനന്ദ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഞങ്ങൾ ഒരു ടീമായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതൽ കണക്ട് ആകുന്നത്. അങ്ങനെ ഞാൻ വളരെ കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചതിൽ 2 പേരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ്. വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ അന്ന് തൊട്ട് ഇങ്ങനെ സിനിമയിൽ ഇഷ്ടം അല്ലേ, സിനിമയ്ക്കുള്ളൊരു തയ്യാറെടുപ്പ്, ഷോർട്ട് വീഡിയോകൾ ചെയ്ത് ഇങ്ങനെ വന്ന് സിനിമയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അതും വലിയൊരു ഭാഗ്യമാണ്, ഒരു മാറ്റമില്ല. പക്ഷെ ഇപ്പോൾ ചെയ്തു വെച്ച കുറേ കഥാപാത്രങ്ങളുണ്ട് അല്ലേ, എപ്പോഴും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞ ഹലോ മമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ തന്നെ വിളിക്കുന്ന ഏറ്റവും സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ സിനിമയ്ക്ക് വേണ്ടത്ര രീതിയിൽ കളക്ഷൻ ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേണ്ടത്ര രീതിയിൽ അത് തിയേറ്ററിൽ നിന്നും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ട്, എനിക്ക് സ്വയം തോന്നിയ ഒരാളാണ്. പക്ഷെ ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വേറെ സിനിമകൾ വരുന്നു. ഒന്ന് ആ സമയത്ത് വേറെ സിനിമയുണ്ട്, അത് കുറച്ചും കൂടി അഭിപ്രായമുള്ള സിനിമകളാണ് സൂക്ഷ്മ സിനിമകൾ നമ്മൾ തീർച്ചയായും ഫാക്റ്റാണ്. പിന്നെ എന്താ പറയുക, അതൊരു കോമഡി സിനിമ അല്ലെങ്കിൽ പിന്നെ ഹൊറർ സിനിമ, അതിൻ്റെ കറക്റ്റ് റീസൺ എന്താണെന്നില്ല. പക്ഷെ ഇപ്പം എല്ലാവരും ആ സിനിമ കണ്ടിട്ട് നമ്മുടെ പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ പറയുന്നത് അടുത്ത സിനിമ ഒരു തിയേറ്ററിൽ കണ്ടോളണം എന്ന് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു പരിപാടി ഇല്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരു ഇത് ഏത് പടം എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് കണക്ട് ആയി വരാനുള്ള ടൈം കൂടി എടുത്തു. പിന്നെ അതിന് ഒരു സാധാരണ സിനിമ ഇറങ്ങുമ്പോൾ വേണ്ട ഒരു മാർക്കറ്റിങ്ങിൽ ഒരു അതിൻ്റെ എന്തെങ്കിലും ഒരു പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടന്റ് 1-2 പാട്ടുകളൊക്കെ വർക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടി, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ്. അപ്പൊ അതൊന്നും അങ്ങനെയൊക്കെ എത്തേണ്ടിയിരുന്നതാണ്, അത് അങ്ങനെ എത്തിയില്ല. ഈ അത്തരം ഒരു കഥാപാത്രം ചെയ്തിട്ട് വേറെ കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ ആ കഥാപാത്രം ചെയ്ത് അന്നത്തെ ഹലോ മമ്മിയിലെ കഥാപാത്രം വേറെ രീതിക്കാണ്. ഷറഫ് ഇന്നുവരെ ചെയ്യാത്തൊരു കഥാപാത്രം ചെയ്ത് വീണ്ടും അതിലും നല്ല കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരിക്കലും ഒരു കഥാപാത്രത്തിലില്ല. അന്ന് പറയണ്ട എനിക്ക് കോമഡി ചെയ്യാനാണ് വീണ്ടും വീണ്ടും ആഗ്രഹം. അങ്ങനെ തേടി വരുന്നുണ്ടോ ആ സിനിമ കഴിഞ്ഞിട്ട്? തീർച്ചയായും കോമഡി കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ അതിനു മുമ്പ് ചെയ്ത് വർക്കായ ഒരു സിനിമയാണ് മധുര മനോഹര മോഹം. അതിൻ്റെ കഥ രസമുള്ള ഒരു കഥയാണ്, അതിൻ്റെ ഒരു ഐഡിയ രസമുള്ള ഐഡിയ, മമ്മിയുടെ ഒരു ഐഡിയ രസമുള്ള ഒരു പരിപാടി. പടക്കളം അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ സംശയം അല്ലെങ്കിൽ പെറ്റ് ഡിറ്റക്റ്റീവിന് എല്ലാം ആ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ കോമഡി എന്ന് പറയുന്ന വെറുതെ ഒരു ടാഗിൽ വന്നിട്ട് കാര്യമില്ല. അതിൽ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് അതിൻ്റെ ഒരു ബേസ് ലൈനിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കേൾക്കണം. കാരണം നമ്മൾ ഇഷ്ടംപോലെ സിനിമ കോണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുമല്ലോ, എല്ലാവരും എല്ലാ നാട്ടിൽ നിന്നുള്ള കോണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പെരിസ് എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലൊരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സിനിമകളാകുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് പറഞ്ഞാൽ ചെറിയ പട്ടിനെ നമ്മൾ ഓക്കെയാണ്, പട്ടിനെ പിടിക്കാം, മാക്സിമം പിടിച്ചേക്കാവുന്നിടത്തോളം പിടിക്കാന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചത്.
കാരണം വെറുതെ ഒന്നും ചെയ്യണ്ട, ഒരു എന്തെങ്കിലും എല്ലാവർക്കും കണ്ട ഇഷ്ടമാവുന്ന സിനിമകൾ തന്നെ ചെയ്യാനുള്ളതാണ്. ഈ പ്രേമം പോലത്തെ ഒരു സിനിമ അല്ലേ, അത് ക്യാമ്പസ് സ്റ്റോറിയാണ്. ക്യാമ്പസ് സ്റ്റോറി അങ്ങനെ ഒത്തിരി വന്നിട്ടുണ്ട്, ക്ലാസ്മേറ്റ്, അങ്ങനെ കുറേ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പല സിനിമകൾ വന്നിട്ടുണ്ട്. പ്രേമം എന്നൊരു സിനിമയിലുള്ള കഥാപാത്രങ്ങൾ അല്ലേ, കഥാപാത്രം ഉൾപ്പെടെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് വേറെ രീതിക്കായിരുന്നു. പിന്നെയും ക്യാമ്പസ് സ്റ്റോറികൾ വരുമ്പോൾ അതൊരു വിജയം എത്രമാത്രം ഉണ്ടാകുമെന്ന് ചിന്തിക്കാറുണ്ടോ? വീണ്ടും അങ്ങനത്തെ ഒരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഷെറഫ് ചിന്തിക്കാറുണ്ടോ? ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതാണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിപൊളി കാലഘട്ടമായിട്ട് വിലയിരുത്തുന്ന ഒരു സമയമായിട്ട്, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, എന്തിനും റെഡി ആയിട്ടുള്ള, എന്താ പറയുക, എല്ലാത്തിനോടും ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ആ ഒരു സമയമാണല്ലോ. അപ്പം ആ സമയത്തിലുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോഴും അതിന് ആ കാലഘട്ടം പറഞ്ഞതിൻ്റെ ഒരു സുഖം ഉണ്ടാകും ഡെഫിനറ്റ്ലി. പിന്നെ എന്താ പറയുക, അതിൻ്റെ ഓഡിയൻസാണ് നമ്മുടെ ഓഡിയൻസ്. ഒരു ക്യാമ്പസിൽ ഇരിക്കുന്നവരാണല്ലോ ശരിക്കും നമ്മുടെ ഇപ്പോഴും തിയേറ്ററുകളെ ഫില്ല് ചെയ്യുന്ന നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അത് കറക്റ്റ് ഓഡിയൻസ് ആണ്. ഇപ്പം ഞാൻ പ്രേമം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ വേറൊരു ക്യാമ്പസ് ബേസ്ഡ് സിനിമ ചെയ്തിട്ടില്ല. ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ക്യാമ്പസ് ബേസ്ഡ് പടമാണ്. അന്ന് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇന്ന് ഞാൻ അതൊന്നുമല്ല. ഞാൻ എനിക്കിനിയും +2 ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇവനൊക്കെ കയറി വന്ന് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അടുത്ത വണ്ടി കയറി വരുന്നുള്ളത്. കറക്റ്റായിട്ട് പറയണേ, ഉള്ളൂ എന്ന് അന്നത്തെ +2 വിദ്യാർത്ഥി ഉള്ളത് കൊടുത്ത് എന്റെ അടുത്ത വണ്ടി വിളിച്ച് കയറി വന്നോക്കാണ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. ഞാൻ മാത്രല്ല, പലരും അതിനു വേണ്ടിയുള്ള പരിപാടി ഓപ്പറേറ്റ് ചെയ്തത്. നമ്മുടെ അന്നത്തെ അലോമയില് പറഞ്ഞ പോലെ മറ്റേ ജോണിച്ചേട്ടൻ പറഞ്ഞല്ലേ, തന്തയായിട്ട് അഭിനയിക്കാൻ ഞാൻ മാത്രമല്ല, ഇപ്പൊ ഒരുപാട് തന്തയായിട്ട് വാഴയിൽ വന്നെന്ന് പറഞ്ഞ പോലെ. പക്ഷെ അത് വാഴയിൽ വന്ന എല്ലാ തന്തമാരും അടിപൊളി തന്തമാരും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, എല്ലാവരും വരുവാണ്, ഞാൻ മാത്രമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മള് +2ലേക്ക് പോകണമെങ്കിൽ ഒരുപാട് +2 വിദ്യാർത്ഥികള് അതൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഇപ്പൊ സന്ദീപിന്റെ ഫാലിമി കണ്ടപ്പോ ശരിക്കും സന്ദീപിനെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇത് എനിക്ക് ഇങ്ങനെ ഓടിയതും ഇങ്ങനെ ചില എക്സ്പ്രഷൻസിനെയൊക്കെ ഞാൻ ഭയങ്കര കാര്യമായിട്ട് എൻജോയ് ചെയ്തതാണ്. നമ്മൾ പേര് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, ഏതാണ് ആ ഡൂഡ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിലും ടാലന്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സ്ഥലത്തും ആർക്കും അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു പൊളിച്ച് തകർത്ത് കയറി വരും. അതുകൊണ്ട് സന്ദീപൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തിൻ്റെ സമയത്ത് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം മുതൽ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പേ സിനിമ ആഗ്രഹിക്കുന്ന ഒരാളാണ് അയാൾ. ഇപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒന്ന് പുള്ളിയുടെ സ്പേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കുക. ഏതൊരു മനുഷ്യനും വരാവുന്ന സ്പേസ് സിനിമയിൽ ഇപ്പം ഉണ്ടെന്നുള്ളതുണ്ട്. അത് കുറച്ച് കാലം മുമ്പായിരുന്നു അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ ഒരു സാധാരണ വീടുകളിൽ നിന്നുള്ള പിള്ളേർക്കൊക്കെ സിനിമയിൽ ഒരു സ്ഥാനം കിട്ടുന്നുണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. അത് ഞാനും അങ്ങനെ ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നാറുണ്ട്. ഈ ലൊക്കേഷനിൽ വെച്ച് ഷറഫ് എന്ന് പറയുന്ന നടൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? നമ്മളിടയിൽ എന്താ പറയുക, അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ബന്ധം സിനിമയുടെ ക്യാരക്ടറിനുള്ളിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും ചേട്ടനെ ഇതുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് കൂടുതലും അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കാറുണ്ട്, അത് കുറച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പടം കഴിഞ്ഞ് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെ, അതുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ പടത്തിന്റെ സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഞങ്ങളൊരു ഫ്രണ്ട്ലി ആണ്, ഞങ്ങളുടെ ഒരു പാർട്ടി മേക്കറാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ പാർട്ടി ഓണാക്കുന്ന ആളാണ് ഷറഫിക്ക. നമ്മുടെ റൂമിൽ ഒന്ന് കൊട്ടും, എന്താണ് വരുന്നില്ലേ റൂമിൽ വാ, സമയമുണ്ടല്ലോ, രാത്രി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, 9 മണി കഴിഞ്ഞ് സംവിധായകൻ ഉറങ്ങുവാണല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ടല്ലോ. ഷറഫും ശരിക്കും എൻജോയ് ചെയ്ത സിനിമ ഇതായിരിക്കും. ഞാൻ ആക്ച്വലി ഭയങ്കര, നമ്മൾ ആ കോളേജിന്റെ അകത്ത് തന്നെ താമസിച്ച്, അതുപോലെ തന്നെ ഷൂട്ടൊക്കെ അത്ര ദിവസം പോയി താമസിച്ച് നമ്മൾ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഷൂട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും അസോസിയേറ്റിൻ്റെ അടുത്ത് പോയി എന്നെ ഒരു 5:30 ആകുമ്പോൾ വന്നു. ഞാൻ ഇതൊരു സിനിമ സെറ്റിൽ അതുപോലെ ചോദിച്ചാലും കാരണം ഒന്നുമല്ല, എനിക്ക് 5:30 ആകുമ്പോൾ പോയിട്ട് പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റാറില്ല. അതൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള, കാരണം ഞാൻ അപ്പോൾ ക്രിക്കറ്റ് കളിച്ച് കുറേ കാലം കൂടിയിട്ടാണ് ഞാൻ അവിടെ ക്രിക്കറ്റ് കളിച്ചത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാ ദിവസവും ഞാൻ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു.
ഒരു ടൈം കിട്ടുവാണ്. അതിന് ടൈമൊക്കെ കിട്ടി. അങ്ങനെ ചില്ലായിട്ട് തന്നെയാണ് ആ സിനിമ ചെയ്തത്. ഞാൻ വിജയ് ഭവനെ വിളിച്ച് ഞാൻ ഷൂട്ടിന് ചിലപ്പോൾ വന്നോന്നോട് വിളിക്കുമ്പോൾ ഞാൻ നെറ്റ് വരാം, നെറ്റ് ഷൂട്ടില്ല, നെറ്റ് വന്ന് നമുക്ക് ഹോട്ടലിൽ ഇരിക്കാന്ന് പറയണം. ഞാൻ രാത്രി ഷൂട്ടിൽ വന്ന് ഷൂട്ടൊക്കെ കണ്ടോണ്ടിരിക്കാം. ഷൂട്ട് രാത്രി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. വരണ്ട അല്ലേ രാത്രി ഹോട്ടലിൽ ഇരുന്ന് വർത്താനം പറയാണ്ടി പോരാ, അതെല്ലാവരും റെഡി ആയിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഷറഫ് ഈ പാർട്ടിയുടെ കാര്യങ്ങൾ ആ സമയങ്ങൾക്ക് ഷറഫിന്റെ ഒരു മൂഡുണ്ടല്ലോ. ഷറഫ് നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു വേറെ നടനാണ്, നമ്മൾക്ക് അതിലും ചെറുതാണ്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു? ഉറപ്പായിട്ടും എല്ലാവരും. നമ്മളിപ്പോ ഈ പറയുന്ന പോലെ പുതിയ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് അപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് ഇന്റിമിഡേറ്റഡ് ആകും. നമ്മൾ ഓക്കെ അവർ വരുന്നു, എന്തായിരിക്കും മൂഡ് സെറ്റ് എന്നുള്ള നമ്മൾ ഇന്നർ ടോക്സ് ഉണ്ടാവുമല്ലോ. അത് ക്രാക്ക് ചെയ്യാൻ ഈ സീനിയർ ആക്ടേഴ്സിന് പറ്റുമ്പോഴാണ് മൊത്തത്തിൽ ആ സീൻ വർക്ക് ആവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അവർ വന്ന് നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആകുന്നു അത്രത്തോളം നമ്മൾ കംഫർട്ടബിൾ ആവും. അപ്പൊ സീൻ വർക്ക് ആവാൻ ഭയങ്കര രസമായിട്ട് വരും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സീൻസിലും ആ ഒരു ബന്ധം കാരണം വർക്കായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലേക്ക് ഒരു നോട്ടം വേണമായിരുന്നു. അത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് പരസ്പരം എല്ലാവരുടെയും ക്യാരക്ടേഴ്സിൻ്റെ പ്ലേയിലൊക്കെ ഒന്ന് ഒരു നോർമൽ സിറ്റുവേഷനേക്കാൾ കൂടുതൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് ആണെങ്കിലും എന്താ പറയുക, അങ്ങനെ സന്ദീപ് ആക്ച്വലി അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പുള്ളി കാര്യമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഞാനത് ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാനത് ചെയ്യുന്നതിൻ്റെ ഒരു 2 ഇരട്ടി സന്ദീപ് കാര്യമായിട്ട് അവിടെ എന്താ പറയാ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം അവർക്ക് എളുപ്പമാണ്, എനിക്ക് സമയം എടുക്കും. ഒരു എളുപ്പമല്ല അഭിനയം എല്ലാം ഒരിക്കലും എളുപ്പമല്ല. നമുക്ക് പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ നമ്മൾ വേറെ കഥാപാത്രം വീണ്ടും നമ്മൾ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ആ ചക്രമാണ് മെയിൻ. ചക്രം എളുപ്പമാണ്. ആ ആക്ഷന് വേണമെങ്കിൽ ഒരു ഓക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ആ ജനങ്ങളുടെ അടുത്തൊരു ഓക്കെയാണ്. അതാണ് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. ചക്രത്തിലുള്ളൊരു കളിയാണ്. ചക്രം, ആ ചക്രം വേറെ, അത് കിട്ടും. നമ്മുടെ റൗണ്ടിലൊരു സംഭവം സിനിമയില് ഡിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അത് ആ സാധനം നമ്മൾ ട്രെയിലർ കണ്ടപ്പം സന്ദീപിന്റെ കഥാപാത്രം എങ്ങനെയാണ് നമുക്ക് അതിനകത്ത് കൃത്യമായി നമ്മൾ പണ്ട് പകിടികളി അല്ലെ, പകിടകളി ആ രീതിക്ക് ഒരു മൂഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സീൻ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരുന്നു ആ സിറ്റുവേഷൻ? അല്ല, ഏത് സീനാണ് പർട്ടിക്കുലർലി? നമ്മൾ ഈ നമ്മുടെ ഒരു നമ്മൾ കളിക്കില്ലേ, ആ ഒരു സീനിന്റെ ഒരു നമ്മൾ കാണുന്നുണ്ടോ? അത് ഈ പറയുന്ന സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സാധനമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഫാന്റസി എലമെന്റ് ആണ് സിനിമ. അപ്പൊ ഈ ബോർഡ്, ഈ കളി, ഇതിനൊക്കെ പ്രാധാന്യം എന്തായാലും ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ എല്ലാ ക്യാരക്ടേഴ്സും റിവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ ആ ബോർഡുമായിട്ടുള്ള എന്താ പറയാ ആ ഒരു സീനിനേക്കാളും അത് റിലേറ്റഡ് ആയിട്ടുള്ള സീൻസുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാ ആ സീനുകൾ വർക്കാവുമ്പോൾ തന്നെ ബാക്കിയെല്ലാം വർക്കാവും എന്നാണ്. ബോർഡ് ഒരു അതിന്റെ ഒരു എലമെന്റ് ആണെന്നുള്ളൂ. പക്ഷെ അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ബാക്കി ക്യാരക്ടറിന്റെ ഇതിൽ കൂടെ ഒക്കെ തന്നെയായിരിക്കും, അവരുടെ സിറ്റുവേഷൻസ് കൂടെ തന്നെയായിരിക്കും. ചിരിയിൽ തന്നെ എന്തോ കൊണ്ടെന്ന് മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം അതാലോചിച്ച് എന്താന്ന് പറഞ്ഞത് എല്ലാ സിനിമയും കാണാം. പറയുകയാണെങ്കിൽ ഇല്ല, ഞാൻ അതിൽ വേറൊരു കാര്യം ആലോചിച്ചു. അതെന്തോ കാര്യമുണ്ട് സിനിമയിലുള്ളതല്ല, അതിന്റെ ഉള്ളിൽ നടന്ന കാര്യം ഒന്ന് ആലോചിച്ചൊന്ന് പറയാം. രസമായിട്ട് ചിരി വന്നപ്പോ രസമുള്ള സാധനമാണ്. ഞാൻ സുരാജന്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യുന്നത്. സുരാജന്റെ കൂടെ ഞാൻ ഇത് റോൾ മോഡൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സുരാജന്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു മുഴുനീള സിനിമയിൽ ഒരു നല്ല രസമുള്ള കഥാപാത്രം ഒരേപോലെ ചെയ്യുന്നത്. ചില സീന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സീൻ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചു. അപ്പം ചിരിച്ചാൽ അത് പറഞ്ഞ വലിയ രസമൊന്നുമില്ല. സിനിമ കാണുമ്പോൾ സുരാജേട്ടനെ ചെറിയ ഭ്രാന്തൊക്കെ ആക്കി ചെയ്യുന്ന സീനാണെന്ന് വെച്ചാൽ സുരാജേട്ടൻ മറ്റേ ആക്ഷനിൽ സുരാജേട്ടൻ ഇംപ്രവൈസേഷന്റെ ആളാണല്ലോ. പക്ഷെ സുരാജ് ക്യാരക്ടർ പിടിച്ച് ചെയ്യുമ്പോൾ സുരാജ് ഇംപ്രവൈസേഷനിലേക്ക് എത്തൂലല്ലോ. അപ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കണവന് എന്തും ചെയ്യാമെന്നുള്ളൊരു ലൈസൻസ് കിട്ടിയിരിക്കുന്നവനാന്ന് പറയുമ്പോൾ ഞാനിവിടുന്ന് അനങ്ങാനും പറ്റുന്നില്ല. മറ്റേ ഫ്രണ്ട്സിലെ മുകേഷ് ചേട്ടന്റെ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ സിറ്റുവേഷനിലേക്ക് ഇടയ്ക്ക് സുരാജേട്ടൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്റെ ക്യാരക്ടറിനും ഉണ്ട്. അത് ഞങ്ങനെ വെറുതെ ആലോചിച്ചാണ്. സുരാജേട്ടനൊക്കെ ഒരു സീനിൽ വന്നിട്ട് എന്താ പറയാ, അത് ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്, നിനക്ക് കൂടോത്ര പശോടാ പട്ടി ഒക്കെ ചോദിക്കുന്ന സാധനമുണ്ട്. അപ്പം
ആദ്യം വന്ന് ചോദിച്ചിട്ട് ഞാനും എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്ത് മറ്റേ എൻ്റെ ക്യാരക്ടറിന് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്ലോയിലായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര രസമുണ്ട്. ചേട്ടൻ ചെയ്യുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞു പക്ഷെ ഇയാളിപ്പോൾ എന്തിനാ ഇങ്ങനെ കാണിച്ചത്? അതാണ് പുള്ളിയുടെ ഒക്കെ കൂടെ നിന്ന് അഭിനയിച്ച് നമ്മൾ ആ പതുക്കെ എനർജിയിലേക്ക് കയറി പോകും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ രസകരമായിരുന്നു സിനിമ. പ്രേക്ഷകർ ഇനി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രൊഡ്യൂസർ അടുത്ത സിനിമയായിട്ട് വരാനുണ്ട് അല്ലേ? ഇതെല്ലാം കാണിച്ച് എല്ലാവരും സന്തോഷിപ്പിച്ചിങ്ങനെ ചാർജൊക്കെ നിർത്തുമ്പോഴായിരിക്കും നമ്മുടെ സിനിമ അങ്ങനെ ഇറക്കുന്നത് അല്ലേ? സിനിമയുടെ പണി എന്തായി? പണി നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനപ്പെട്ട ഒരുക്കങ്ങളിലാണ്. എന്നിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കും. ഡേറ്റ് വല്ലതും നമ്മള് പ്ലാൻ ചെയ്ത ഡേറ്റ് ഇങ്ങനെ മാറിയുള്ളൂ. ഇനി നമുക്ക് ഇറങ്ങുന്ന ദിവസം തലേന്ന് അറിഞ്ഞാൽ മതി. ചെറുതായിട്ട് ലാലേട്ടൻ വരുന്നുണ്ട്. ചെറുതായിട്ട് ഓക്കെ മോനെ, ഓക്കെ നമുക്ക് പിന്നെ കാണാനുള്ള സിഗ്നൽ ആ രീതിക്കാണ് ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഈ സിനിമയും വരുന്നുണ്ട്. അതെ, ഷർമൊക്കെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളു. അല്ല 10 വർഷം കുറെ എക്സ്പീരിയൻസ് ആണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും 10 വർഷം ഒന്നും നിസ്സാര എക്സ്പീരിയൻസ് അല്ല. അതിലും കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള എത്ര പേരുണ്ട്? അപ്പൊ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ഇനി +2 വിദ്യാർത്ഥിയാണ്. അതൊന്നും ഞാൻ പറയില്ല. എന്തായാലും ഈ പടക്കളം ഒരു പടയായിട്ട് തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകിയെത്തട്ടെ. എന്നിട്ട് ആ സിനിമ വിജയിക്കട്ടെ. ഒത്തിരി സന്തോഷം. കൂടെ ഉണ്ടാകും ഈ സിനിമയ്ക്കും താങ്കളുടെ സിനിമയ്ക്കും എല്ലാ സിനിമയ്ക്കും. താങ്ക് യു വെരി മച്ച്. നല്ല ഷർട്ടാണല്ലോ. അതെ, അത് കൊള്ളാലോ. താങ്ക് യു.